ഇപ്പോൾ പി എം നിയാസിനെ നമുക്ക് പരിചരിക്കാം. ശ്രീ പി എം നിയാസ്, താങ്കൾ ആഭ്യന്തരമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടറിയാം. താങ്കൾ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ശേഷാദ്രിനാഥന്റെ സംഘപരിവാർ പാരമ്പര്യം. സ്വാഭാവികമായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രീതിയിൽ ഡീലിമിറ്റേഷൻ വരുമ്പോൾ ഈ സംഘപരിവാർ അനുകൂലമായൊരു ഡീലിമിറ്റേഷൻ നടക്കും. 3 സീറ്റിൽ നിന്ന് BJP-യുടെ 30 സീറ്റാക്കി എടുക്കാമെന്നൊരു ആശങ്ക. ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കപ്പെടുമെന്നുള്ളൊരു ആശങ്കയല്ലേ താങ്കൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും ഇത് ഈ പദവിയുടെ പ്രത്യേകത ഇത് കമ്മീഷനാണ്. സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക് നിയമിക്കുന്നത് പോലെയല്ല. വൺസ് ഇത് ഇങ്ങനെ ഒരു ഗവർണറുടെ ഉത്തരവ് വന്നാൽ ആ ഉത്തരവ് പ്രകാരം നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ തീരുമാനം സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ പൂർണ്ണമായ അധികാരി അദ്ദേഹമാണ്. ഹൈക്കോടതിക്ക് പോലും അതിന്റെ മുകളിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്കെതിരായി നമുക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തെ മാറ്റുവാനോ അദ്ദേഹത്തെ നീക്കം ചെയ്യാനോ പറ്റില്ല. പിന്നെ ഇംപീച്ച്മെന്റ് നടപടികളും അതുപോലെ അത് രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വരെ 2029 BJP എന്തായാലും BJP നമ്മുടെ പാർലമെന്റിന്റെയും നിയമസഭയുടെയും എണ്ണം ഇരട്ടിയാക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെ വന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാക്കും. ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ അതിന്റെ കൺവീനറായി പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ സ്വാഭാവികമായും ഇദ്ദേഹമാണ് അതിൽ വരിക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ 3 എണ്ണമുള്ള BJP അത് 30 എണ്ണമാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവുന്ന ഒരു സാഹചര്യം വന്നാൽ കേരളത്തിൽ സർവനാശം കോൺഗ്രസിനുണ്ടാകും, UDF-നുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വളരെ മർമ്മപ്രധാനമായ ഒരു പദവിയിൽ തീരെ അവധാനതയില്ലാതെ ഒരു നിയമനം നടത്തുന്നത് ഒട്ടും ശരിയല്ല. ഞാനിത് മനസ്സിലാക്കിയെടുത്തോളം ഇന്റലിജൻസ് റിപ്പോർട്ടോ വിജിലൻസ് റിപ്പോർട്ടോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എടുക്കുകയുണ്ടായില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടോ വിജിലൻസ് റിപ്പോർട്ടോ ഒന്നും നേടാതെ പൊളിറ്റിക്കൽ പോസ്റ്റാണ്. ഒരു കാര്യം എനിക്ക് ഈ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് ഒരു ജില്ലാ ജഡ്ജിന്റെ നിയമനമല്ല, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിനെ ഹൈക്കോടതിയിലേക്ക് ആക്കാനുള്ള സ്ഥാനക്കയറ്റമല്ല. മറിച്ച് ഇത് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ജില്ലാ ജഡ്ജി തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി IPS-കാരനായ ഒരാൾ അല്ലെങ്കിൽ IAS-കാരനായ ഒരാൾ പിരിഞ്ഞ് അദ്ദേഹത്തിന് വെക്കാൻ കഴിയും. അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥത്തിൽ നിന്ന് പിരിഞ്ഞ ഒരു വ്യക്തിയെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളെ വെക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പോസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന്റെ അക്കാദമിക് മികവോ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസപരമായ കഴിവോ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ജഡ്ജ്മെന്റിന്റെ മികവോ ഒന്നും നോക്കി നിയമിക്കേണ്ട കാര്യമല്ല. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഇന്ന് ഏറ്റവും കൂടുതൽ സംഘപരിവാർക്കെതിരായി BJP സർക്കാരിനെതിരായി ഉന്നയിക്കുന്നത് വോട്ട് ചോരിയെ കുറിച്ചാണ്. ആ വോട്ട് ചോരി കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒന്നാം പ്രതിയാക്കി വെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനാനുവാദത്തോടും അവരുടെ താല്പര്യപ്രകാരം അവരുടെ പ്രവർത്തന ഫലമായാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ചോരി നടക്കുന്നത്. അപ്പോൾ വോട്ട് ചോരി നടക്കുന്ന സ്ഥലത്ത് വോട്ട് ചോരി നടക്കുക മാത്രമല്ല, ഇവിടെ നമ്മുടെ ഡീലിമിറ്റേഷനിൽ പോലും വലിയ രീതിയിൽ BJP-ക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പാടില്ല എന്ന് ഒരു UDF-കാരനായ ഒരു കോൺഗ്രസ്സുകാരനായ ഞാൻ ഔദ്യോഗികമായി എന്റെ പ്രസിഡന്റിനോട് ഞാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്റെ മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അവധാനതയോടുകൂടി ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് ഒരു സങ്കുചിത രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു വ്യക്തിയെ ഈ ഉന്നത പദവിയിൽ നിഷ്പക്ഷമായി നിൽക്കേണ്ട ഈ പദവിയിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം, അത് പുനഃപരിശോധിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീ നിയാസ്, താങ്കൾ പറഞ്ഞ ഒരു വാക്ക് തന്നെ കടമെടുത്ത് ഞാൻ പറയുകയാണ്. അവധാനത ഇല്ലാതെ എടുത്ത തീരുമാനം എന്ന് പറയാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ KM ഷാജി പറഞ്ഞത് മുഖ്യമന്ത്രി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശേഷാദ്രിനാഥനെ നിയമിച്ചതെന്നുള്ളതാണ്. കാരണം അദ്ദേഹം 2 തവണ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം KM ഷാജി. ഇതിൽ KM ഷാജി എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ്. അദ്ദേഹം കൂടി അറിയേണ്ടതല്ലേ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അവധാനമില്ലാതെ പെരുമാറുമോ? താങ്കൾ ഉന്നയിക്കുന്ന സംശയം അപ്പോൾ തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന റിട്ടയർഡായ ഒരു ജഡ്ജിയെ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറയുമ്പോൾ, സംഘപരിവാർ പാരമ്പര്യമുള്ള ഒരാളിനെ കൊണ്ടുവെക്കുക എന്ന് പറയുമ്പോൾ അത്ര അവധാനത ഇല്ലാതെ വരുമോ ഒരു മുഖ്യമന്ത്രിക്ക്? ഞാൻ ഷാജിയെ തിരുത്താൻ ഞാൻ ആളല്ല. കാരണം ഞാൻ ഷാജിയുടെ നിയന്ത്രിക്കേണ്ടത് ഷാജിയുടെ പാർട്ടിയാണ്, ഷാജിയുടെ നേതൃത്വമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയാനുള്ളത്,
അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനപ്രകാരമോ ഒന്നുമല്ല ഈ തീരുമാനം എടുക്കാൻ ഇടയുണ്ടായത്. സാധാരണഗതിയിൽ ഒരു വകുപ്പിൽ നിന്നും ഇതുപോലെ ഒരു നിർദ്ദേശം വരുമ്പോൾ വകുപ്പിലെ ഔദ്യോഗികമായ ഫയലുകൾ നീങ്ങി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ട് ആ ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ ഔദ്യോഗിക കുറിപ്പോട് കൂടി അത് മന്ത്രിസഭാ യോഗത്തിൽ വെക്കാൻ ആവശ്യപ്പെടുകയും അത് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെക്കാൻ തീരുമാനമെടുക്കുകയും അത് ചീഫ് സെക്രട്ടറി കൊടുക്കുകയും അങ്ങനെ ചീഫ് സെക്രട്ടറി കൊടുത്തതിനു ശേഷം അത് അജണ്ടയാക്കി മന്ത്രിസഭാ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് സാധാരണഗതിയിൽ ഔദ്യോഗികമായി ഒരു തീരുമാനം വരിക. പക്ഷെ ഈ തീരുമാനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തീരുമാനം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ചുള്ള വിജിലൻസ് കൺകറൻസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അതൊക്കെ കൂടി ചേർത്തുകൊണ്ടാണ് സാധാരണഗതിയിൽ വെക്കാറുള്ളത്. എന്നാൽ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു ഔട്ട് ഓഫ് അജണ്ടയായി ഇത് നേരിട്ട് വന്ന് പാസ്സാക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അദ്ദേഹം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ഔട്ട് ഓഫ് അജണ്ടയായി എങ്ങനെ ഔട്ട് ഓഫ് അജണ്ടയായി വന്നു എന്നുള്ളൊരു സംശയം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. താങ്കൾ ഉന്നയിച്ച വളരെ ഗൗരവമായ വിഷയമാണ്. സംസ്ഥാനത്ത് UDF എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രമല്ല, UDF എന്ന് പറയുന്ന മുന്നണിക്ക് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കല്ല, CPM LDF-നല്ല, വളരെ കൃത്യമായി തന്നെ എങ്ങനെയാണ് സംഘപരിവാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ പോകുന്നത്. അവിടെ ശേഷാദ്രിനാഥിനെ പോലുള്ളവരെ നിയമിക്കുന്നത് എത്ര അപകടകരമാണെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇതെങ്ങനെ ഔട്ട് ഓഫ് അജണ്ടയായി വരുന്നു? അത്ര അവധാനതയില്ലാതെയാണോ മുഖ്യമന്ത്രി പെരുമാറിയത്? അത്ര അവധാനതയില്ലാതെയാണോ തദ്ദേശ മന്ത്രി പെരുമാറിയത്? എനിക്കതൊന്നും എനിക്കറിയില്ല സഹോദരൻ. ഞാൻ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്ന ആളല്ല. എനിക്ക് കിട്ടിയ വിവരം വെച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഷാജി പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്നലെ ഷാജിയുടെ പത്രക്കുറിപ്പ് വന്നത് അദ്ദേഹമല്ല എന്ന് ഇന്നലെ ഡൽഹിയിൽ നിന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അതും ഞാൻ നേരിട്ട് കേട്ടതല്ല, ഞാൻ അറിഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് തീരുമാനമെടുത്താലും അതിൽ തെറ്റുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് പരിഹരിക്കുന്നത് യൂട്ടേൺ അടിക്കുന്നത്. ഇന്നലെ പോലും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതാണ്. അത് യൂട്ടേൺ എന്ന് നിങ്ങൾ വിമർശിച്ചാൽ പോലും അത് ഞങ്ങളത് കാര്യമാക്കില്ല, ഞങ്ങൾ തിരുത്തുമെന്നാണ്. ആ വാക്ക് എല്ലാ കോൺഗ്രസ്സുകാരും വിശ്വസിക്കുന്ന പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത് ബോധ്യപ്പെടും. ഞാൻ ഇന്ന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് എടുക്കണമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കോപ്പി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ലഭ്യമാക്കണമെന്നുമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ 15 കൊല്ലമായി അദ്ദേഹത്തിന്റെ സ്ഥിരമായി അദ്ദേഹം സംഘപരിവാർ താല്പര്യങ്ങളുള്ള സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതാണ്. അതെല്ലാം അദ്ദേഹത്തിന്റെ ഈ തീരുമാനം വന്ന അന്ന് മുതൽ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അപ്പൊ 15 വർഷമായി അത് റിട്രീവ് ചെയ്തെടുത്ത് ആ കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിളിക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് ഈ വ്യക്തി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 15 കൊല്ലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്? അപ്പൊ അയാൾക്ക് എന്തോ ഒളിക്കാനുണ്ടല്ലോ. ഇന്നലെ ചാനൽ ചർച്ചകൾ പങ്കെടുത്ത BJP-ക്കാരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വാദോരാതെ സംസാരിച്ചല്ലോ. അദ്ദേഹത്തെ ഈ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വന്ന വാർത്ത നിങ്ങൾ കണ്ടതാണല്ലോ. എന്താ വന്നത്? അദ്ദേഹം ഹിന്ദുത്വവാദത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് ഹൈക്കോടതിയിലെ അഭിഭാഷക പരിഷത്തിന്റെ ആളുകൾ പരസ്യമായി പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. അദ്ദേഹം പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്തോ അല്ലെങ്കിൽ അദ്ദേഹം ജീവിതകാലത്ത് ഒരിക്കൽ പോലും UDF-കാരനോ കോൺഗ്രസ്സുകാരനോ കോൺഗ്രസ് അനുഭാവമുള്ള ആളായിട്ടോ UDF അനുഭാവമുള്ള ആളായിട്ടോ ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്ന വ്യക്തിയെ ഇത്തരം തസ്തികയിലേക്ക് എടുത്തത് ഒരിക്കലും എന്നെപ്പോലെയുള്ള ഒരു കറതീർന്ന കോൺഗ്രസ്സുകാരനായി നിൽക്കുന്ന ഒരു വ്യക്തി, UDF-കാരനായി നിൽക്കുന്ന എനിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ആരംഗീകരിച്ചാലും എന്റെ ബോധ്യം ഞാൻ സത്യമായി പറയുകയാണ്. അത് എന്റെ പാർട്ടിയോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പാർട്ടി അതുപോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ചെയ്യും. ഒരുപാട് പേര് അതിശക്തമായ ഒരുപാട് കാലത്തെ പ്രവർത്തനം കൊണ്ടാണ് ഈ ഭരണം മാറ്റമുണ്ടായിട്ടുള്ളത്. ആ ഭരണമാറ്റത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ഗുണം അത് UDF-നും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഒരിക്കലും സംഘപരിവാറുകളുടെ നുഴഞ്ഞുകയറ്റം അനുവദിക്കാൻ പാടില്ല എന്ന സാധാരണ UDF-കാരന്റെ കോൺഗ്രസ്സുകാരന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശ്രീനിവാസ്, താങ്കളുടെ ആശങ്ക പരാതിയായി KPCC അധ്യക്ഷനെ അറിയിച്ചു, ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് നൽകിയോ? എന്താണ് അതിന്റെ വിവരങ്ങൾ? ആരെയൊക്കെയാണ് താങ്കൾ അയച്ചു? അദ്ദേഹത്തിന്റെ മെയിലിലും അദ്ദേഹത്തിന്റെ വാട്സപ്പിലും നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിയമസഭ നടക്കുന്നതുകൊണ്ട് ഇത് കാണാൻ പറ്റുമോ, എങ്ങനെ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നും നാളെയും ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടിയുള്ള
ആവശ്യമായി ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, അതായത് താങ്കൾക്ക് സമയം ഇതുവരെ അനുവദിച്ചിട്ടില്ല, താങ്കൾ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെ അതെ. ശരി, വളരെ നന്ദി ശ്രീ PM നിയാസ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.